ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ആ പ്രത്യേകതയാണ് നമ്മുടെ ആലിമിൻ്റെ ബർത്ത്ഡേ ആണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേ ആരും അറിയാണ്ട് പോകുന്നൊരു ബർത്ത്ഡേ ആയി മാറുമായിരുന്നു. അപ്പോൾ അതെന്താണ് കാരണം എന്നുള്ളത് ഞാൻ വരുന്ന വഴിയെ പറയാം കേട്ടോ. അപ്പം ഞാൻ ഈ ഫോർഗം കൊണ്ട് ഈ ചിക്കനിൽ കുത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്തി ഉണ്ടാക്കാനുള്ള പ്ലാനാണ് കേട്ടോ. ഇന്നലെ ഒരു 6:30 മണിക്ക് ശേഷം ഞാനും ആലിമും കൂടി പോയിട്ട് മന്തിക്കുള്ള ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, കൂടെ റൈസും വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ അവൻ്റെ മുടിയൊക്കെ ഒന്ന് വെട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇന്നലെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. ഈ മന്തിയിൽ ഇങ്ങനെ കുത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിടുന്ന മസാലപ്പൊടികളൊക്കെ കറക്റ്റായിട്ട് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഉണ്ടായിരുന്നില്ല, ഫ്രഷ് കുരുമുളകാണ് ഉണ്ടായത്. അതങ്ങോട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് എടുക്കുന്ന മാഗി ക്യൂബാണ്. ഈ 2 എണ്ണം തന്നെ ധാരാളം. ഇതിൽ നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഓൾറെഡി മാഗി ക്യൂബിൽ നല്ല ഉപ്പുണ്ടാവുമല്ലോ. അതങ്ങോട്ട് നന്നായിട്ട് പൊടിച്ച് കൊണ്ട് ഞങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കളറാണ് കേട്ടോ. ഈ കളർ ചേർക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. ഞാൻ അങ്ങനെ കറികളിൽ ഒന്നിലും കളറും ചേർക്കാറില്ല. എന്നാലും കുറച്ചിരിക്കട്ടെ എന്ന് ഓർത്ത് ചേർത്താണ് കേട്ടോ. ഇനി അടുത്തത് മല്ലിയിലയും പുതിയനയിലയും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ചേർക്കുന്നത് 2 പട്ടയാണ് കേട്ടോ. കുറച്ച് കുരുമുളകും കൂടി ഉണ്ടെങ്കിൽ ചേർക്കാം. എൻ്റെ അടുത്ത് ഉണ്ടായില്ല കേട്ടോ. ഓൾറെഡി നമ്മളതൊക്കെ പൊടിച്ചു പോയല്ലോ. അപ്പോൾ കുറച്ചധികം കുരുമുളക് കൂടി ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ക്യാപ്സിക്കാണ് കേട്ടോ. ഒരു ക്യാപ്സിക്കം മുഴുവൻ തന്നെ എടുത്തിട്ടുണ്ട്. അത് അങ്ങോട്ട് ചെറുതാക്കി കട്ടാക്കി അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് അടുത്തത് മന്തിയിലെ മെയിൻ താരമായ സൺഫ്ലവർ ഓയിൽ. ഏകദേശം ഒരു കപ്പിൽ 3/4 കപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോർക്ക് കൊണ്ട് കുത്തിയത് അതിന് വേണ്ടിയാണേ. എല്ലാത്തിലും കറക്റ്റായിട്ട് നല്ല മിക്സിങ് ആയിരിക്കണം കേട്ടോ. നമ്മൾ ചേർത്തിരിക്കുന്ന മാഗി ക്യൂബും എല്ലാം കൂടി എല്ലായിടത്തേക്കും സ്പ്രെഡ് ആവണം. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം എടുത്തിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 1 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ. അപ്പം ഇനി നമുക്ക് അടുത്തത് അരി എടുക്കാം കേട്ടോ. ഞാൻ സെല്ല ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത്. അത് ഈ ഒരു കപ്പിൽ 3 കപ്പ് എടുക്കുന്നുണ്ടേ. അപ്പം ഇനി രണ്ടിനും ഏകദേശം 1 മണിക്കൂർ ഉണ്ടല്ലോ. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായപ്പോഴാണ് കേട്ടോ നമ്മുടെ ക്വാളിറ്റി ബേക്കേഴ്സിൽ നിന്ന് ആലിമിനുള്ള കേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഹോം ഡെലിവറി ഉള്ളതുകൊണ്ട് അവർ വീട്ടിൽ കൊണ്ടു തന്നു. ആലിമിൻ്റെ കേക്ക് എത്തിയിട്ടുണ്ട്. ആലിമിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താണ് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ ഒരു ഡെക്കറേഷൻ പേപ്പേഴ്സ് ആലിമിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം മുതൽ ഇവിടെ എന്ത് ആഘോഷം വന്നാലും ഈ ഒരു ഡെക്കറേഷൻ വാൾപേപ്പർ തന്നെയാണ് കേട്ടോ ഞങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനും ആഹിലും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് അതങ്ങോട്ട് റെഡിയാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കറണ്ടൊക്കെ പോയിട്ടോ 1-2 വട്ടം. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡെക്കറേഷനിൽ നിന്ന് ഉള്ളിൽ നിന്ന് കുറച്ചൊക്കെ വിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ അത് 2 ആക്കി അങ്ങോട്ട് മടക്കിയാണ് കേട്ടോ വെച്ചേക്കുന്നത്. അപ്പം അതാവുമ്പോൾ കാര്യമായിട്ട് കാണേയില്ല. പിന്നെ ഞങ്ങൾ ഇത് ഒട്ടിക്കാറ് ഇവിടെ അല്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലിവിങ് റൂമിലാണ് ഇത് ചെയ്യാറ്. ഇന്നിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യുന്നതാണല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇവിടെ ചെയ്തേക്കുന്നത്. കറണ്ട് അതിൻ്റെ ഇടയ്ക്ക് 2-3 വട്ടമൊക്കെ ഇങ്ങനെ പോയി വന്നൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നലെ വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണെങ്കിലും ബലൂൺ വാങ്ങിക്കണ കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നേ. അപ്പം ഇവിടെ കുറച്ച് ബലൂൺ ഉണ്ടല്ലോ എന്നൊരു ധൈര്യത്തിലാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ ഞാനും ഫ്രഷായി ആലിമിനെയും ഫ്രഷാക്കി വന്നപ്പോഴത്തേനും ബലൂണിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടാ. ആ ബലൂൺ ഒന്നും വീർക്കാത്ത ബലൂണായിരുന്നേ. പിന്നെ ആഹിൽ പോയിട്ട് കുറച്ച് ബലൂൺ വാങ്ങിച്ചു വന്നിട്ടുണ്ട്. കുറച്ചെന്ന് വെച്ചാൽ വളരെ കുറച്ച് മാത്രം ബലൂൺ വാങ്ങിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ബലൂൺ ഒന്ന് എടുത്ത് ഞാനൊന്ന് വേഗം വീർപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആലിമ വന്ന് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ആഹിൽ പുറത്തേക്ക് പോയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അവൻ്റെ ഡ്രസ്സ് വെച്ചിട്ടുള്ള 2 കളർ ബലൂൺ വാങ്ങിക്കാനായിട്ട്. നേവി ബ്ലൂവും ഒരു ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ. പക്ഷെ നേവി ബ്ലൂ കിട്ടിയില്ല. അവൻ ഗ്രീൻ വാങ്ങിച്ചിട്ട് വന്നിട്ടോ. ഉള്ളത് കൊണ്ട് ഒപ്പിച്ചാണേ. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ബലൂൺ നിൽക്കണില്ല കേട്ടോ. ഞാൻ ഇങ്ങോട്ട് പോരുമ്പോഴേക്കും അത് പിന്നെയും വീഴും. പിന്നെ അതൊക്കെ ഞാൻ എടുത്ത് പിന്നെയും വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ കേക്കൊക്കെ ഓർഡർ ചെയ്താണല്ലോ. അപ്പം ലഡും കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്ലേറ്റിൽ വെക്കാനായിട്ട്. ആഹിൽ കേക്ക് കൊടുത്തു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. നല്ല കേക്കാണ്. ഇതിന് മുന്നേ ആഹിലിൻ്റെ ബർത്ത്ഡേക്ക് ഈ ഒരു കേക്ക് തന്നെയാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത്. കുട്ടികളുടെ ബർത്ത്ഡേ എപ്പോഴും കേക്ക് വാങ്ങിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആലിമിൻ്റെ ആണെങ്കിലും ഞാൻ കേക്ക് വാങ്ങിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ ഒരു അപാകത തോന്നുന്നില്ലേ? കാരണം ഒരാളുടെ ഒരു കുറവുണ്ട് ഇവിടെ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലേക്ക് തിരിച്ചു പോയിട്ടോ.
അതാണ് ഞങ്ങൾ ബർത്ത്ഡേ നടത്താനായിട്ട് മടി പിടിച്ചിരുന്നേച്ചത്. ഹസ്ബൻഡ് ആദ്യം മുതൽക്കേ തന്നെ ഗൾഫിലായിരുന്നു. ഇപ്പോൾ ആഹിൽ കുഞ്ഞായിരിക്കുമ്പോഴും ഗൾഫിൽ തന്നെ ആയിരുന്നു. അവൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ ഇവിടെ. പക്ഷേ ആലിമിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് ജനിച്ചപ്പോൾ തുടങ്ങി ഹസ്ബൻഡ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു ഇത്രയും വർഷമായിട്ട് ഇവിടെ തന്നെ നാട്ടിലുണ്ടായിരുന്നു ആള്. അപ്പോൾ ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം തിരിച്ചു പോയേക്കണേ. അപ്പോൾ കഴിഞ്ഞ ബർത്ത്ഡേക്കും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും വിളിച്ച്, എല്ലാവരും എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വിളിച്ചൊക്കെയാണ് നമ്മൾ നടത്തിയത്. അപ്പോൾ ഇപ്പോൾ ഒറ്റക്കായപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു എന്താ പറയുക മടി നടത്താനായിട്ട്. എനിക്കാണെങ്കിൽ ഒട്ടും മൂഡ് ഉണ്ടായിരുന്നില്ല. നമ്മളങ്ങനെ ഒറ്റയ്ക്ക് നടത്തുമ്പോൾ ഒരു ഹസ്ബൻഡ് ഇല്ലാത്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു കേട്ടോ ആലിമിൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ ആരെയും അറിയിക്കാതിരുന്നത്. ജസ്റ്റ് കേക്ക് മാത്രം വാങ്ങിക്കണമെന്നേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായുള്ളൂ. അതുപോലും ഞാൻ ഇന്നലെ 6:30 ശേഷമാണ് കേട്ടോ പോയിട്ട് ഓർഡർ കൊടുത്തത്. ഡ്രസ്സ് ഞാൻ 2 ദിവസം മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ വേഗം പോയിട്ട് ചെയ്തതാണ്. മന്തിയുടെ കാര്യങ്ങളും ഒക്കെ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. കുട്ടികളെ നടത്താണ്ടിരിക്കുമ്പോൾ നമുക്കൊരു വിഷമമാണല്ലോ. പക്ഷെ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്നോ ഹസ്ബൻഡിൻ്റെ വീട്ടിലോ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞങ്ങൾ 3 പേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ 3 പേരും മാത്രമുള്ള ഒരു കുഞ്ഞു സെലിബ്രേഷനാണ്. ഹസ്ബൻഡ് പോയ കാര്യം ഞാൻ വീഡിയോയിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് അങ്ങനെ വീഡിയോയിൽ കാണിക്കാനോ അങ്ങനെ പറയാനോ ഉള്ളൊരു എന്താ പറയുക സന്തോഷമുള്ളൊരു കാര്യമൊന്നും അല്ലല്ലോ. ദുഃഖങ്ങളും പങ്കുവെക്കണം, എങ്കിലും അത് പറയാനുള്ളൊരു മാനസികാവസ്ഥ എനിക്കന്ന് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം പറയാതിരുന്നത്. ഏകദേശം ഒരു 4 മാസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഹസ്ബൻഡ് പോയിട്ട്. അപ്പോൾ അതങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ആലിമിന് നിൽക്കാനായിട്ട് അവൻ്റെ ഒരു ചെറിയൊരു കസേരയുണ്ട്. അവൻ ബ്രഷ് ചെയ്യുന്ന സമയത്തൊക്കെ അതിൽ കയറി നിന്നിട്ടാണ് ബ്രഷ് ചെയ്യുന്നത്. അപ്പം അതിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ അതാ കേക്ക് കട്ട് ചെയ്ത് അങ്ങനെ ആലിമിൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കി ഞാൻ ആഹിലും കൊടുക്കുന്നുണ്ട്. എനിക്കാരും എടുത്ത് തരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ തന്നെ എനിക്കുള്ളത് എടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനപ്പോൾ മന്തിക്കുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മന്തി ഏകദേശം ഒരു മണിക്കൂറിന് മേളിലായി മന്തിയരി വെള്ളത്തിൽ കിടക്കുകയാണ്. ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചേക്കണതിൽ ഗ്രാമ്പു, പട്ട, ഏലക്ക, പിന്നെ ഈ ഉണക്ക നാരങ്ങ, കുറച്ച് സൺഫ്ലവർ ഓയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് അരിയിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. ചിക്കൻ നമ്മൾ മസാല പുരട്ടി വെച്ച ആ പാത്രം മാറ്റിയിട്ട് ഞാൻ കുക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചിക്കൻ തിരിച്ചും മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ചിക്കനിൽ നിന്ന് കുറച്ച് ഗ്രേവി എടുത്ത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് കുക്ക് ചെയ്യുന്ന സമയം ആവശ്യമുള്ളതാണ്. അപ്പോൾ അത് ആ ചോറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ചിക്കനൊക്കെ 2 സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മേളിലേക്ക് നമ്മൾ ഈ ചോറൊന്നെടുത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫില്ല് ചെയ്തതിന് ശേഷം ഇതായൊരു ഗ്രേവി ഞാനൊന്ന് മേളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചിക്കൻ വറുത്തയിലുള്ള ഗ്രേവിയാണ്. അതിൽ കുറച്ച് ഞാൻ കളറിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേളിൽ കുറച്ച് പച്ചമുളകൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണക്കനാരങ്ങയും പച്ചമുളകൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം, കണ്ടു നോക്കണം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇതിൽ കാര്യമായിട്ട് പറയാത്തത്. ഇപ്പോൾ റൈസ് ഇട്ട് കൊടുക്കുന്ന സമയത്തൊന്നും ഫ്ലെയിം ഓൺ അല്ല കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് ദം ചെയ്യാനായിട്ടുണ്ട്. ചിക്കനും റൈസും ഒക്കെ വെന്തതാണ്. ഇനി ഒന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ അടിയിൽ കട്ടിയുള്ള ഇരുമ്പിൻ്റെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിൽ ഒരു 20 മിനിറ്റ് അടച്ചു വെച്ച് ഞാൻ ദം ചെയ്യുന്നുണ്ട് കേട്ടോ. 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മളുടെ മന്തി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിൽ നിന്ന് ചിക്കൻ്റെ പീസസ് എടുത്ത് മാറ്റാം കേട്ടോ. കാരണം ചിക്കൻ പീസസ് ഒക്കെ അടിയിലാണല്ലോ കിടക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മയനൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മയനൈസിൻ്റെ വീഡിയോയും ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പുഴുങ്ങിയ മുട്ടയും കൊണ്ടുള്ള മയനൈസും അല്ലാണ്ട് ഉണ്ടാക്കുന്ന മയനൈസിൻ്റെയും രണ്ട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അത്യാവശ്യം തിക്കായിട്ട് തന്നെയാണ് കേട്ടോ മയനൈസ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേരും മാത്രമുള്ള ഒരു കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷനാണ്. ഇനിയിപ്പോൾ വൈകുന്നേരം വീട്ടിലേക്ക് ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കേക്കും ലഡും ഒക്കെ കൊടുക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല മഴ തന്നെയായിരുന്നു അല്ലേ. ഇക്കാക്കയും മനേനോടി പുറത്തിരുന്ന് ഭയങ്കര കളിയാണ് കേട്ടോ. ഞാൻ എന്താന്ന് നോക്കിയപ്പോൾ ആഹിലിന് കളിക്കാനായിട്ട് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല, അത്യാവശ്യം മഴയുണ്ടല്ലോ. അപ്പോൾ അവനോട് ഇരുന്നിട്ട് തീപ്പെട്ടി ഉരച്ച് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആലിം അത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. റിങ്ങിൽ ആ ഒരു മിഠായിയുടെ കവറൊക്കെ കൊണ്ടുവന്നിടുന്ന ആള് ആലിമാണ് കേട്ടോ. ആലിം എന്ത് കിട്ടിയാലും ആ ഒരു റിങ്ങിലും, പിന്നെ ഇപ്പുറത്ത് നമുക്ക് കിണറുണ്ട്, വലിയ വലിയ മീനുകളൊക്കെ അതിലാണ് കേട്ടോ കിടക്കുന്നത്, അവിടെയും കൊണ്ടുപോയി ഇടും കേട്ടോ. ആളുടെ സ്ഥിരം പരിപാടിയാണ്. അങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത് ആഹിലിന് നാളെ ഇടാനുള്ള യൂണിഫോം ഞാൻ വാഷ് ചെയ്തിട്ടില്ല. അപ്പോൾ വേഗം തന്നെ പോയിട്ട് ആഹിലിൻ്റെ വൈറ്റ് ഡ്രസ്സ് എല്ലാം കൂടി എടുത്തിട്ട്
മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മെഷീനിൽ വൈറ്റിന് സെപ്പറേറ്റ് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് അധികം ആയില്ല കേട്ടോ ഞങ്ങൾ ഈ ഒരു മെഷീൻ വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇതാ യൂണിഫോമും ഇന്നേഴ്സും എല്ലാം ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ഇടുന്നത്. വൈറ്റ് ഒരു P4 എന്നുള്ള ഒരു ഓപ്ഷനാണ്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം അതൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ ബാൽക്കണിയിലേക്ക് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മഴയാണെങ്കിലും ബോഗൺവില്ല അത്യാവശ്യം പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. എൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളിൽ പെട്ടതാണ് കേട്ടോ ഈ ചെടിയുടെ ഒരു പരിചരണമൊക്കെ. അപ്പോൾ ഇതാ നമ്മളുടെ റെഡ് ചില്ലി, പിന്നെ അതേപോലെ ഡോക്ടർ റാവു, അതിലൊക്കെ അത്യാവശ്യം പൂവുണ്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. റെഡ് ചില്ലി ഇതേപോലെ ഞാൻ കുറേ പ്രാവശ്യം വേണോ വേണ്ടേ എന്നൊക്കെ ആലോചിച്ച് വാങ്ങിച്ചതാണ്, കാരണം അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അതാ ഈ ഒരു സൈഡിൽ ഒരു ഫ്ലവറും കൂടി ഉണ്ടായി നിൽക്കുന്നുണ്ട്. അത് ഏതാ ഒരു കളർ, ഞാൻ ഇതുവരെ വാങ്ങിക്കാത്തൊരു കളറാണല്ലോ എന്നോർത്താണ് ഞാനതെടുത്ത് നോക്കിയത്. എന്താണെന്നറിയില്ല, കറക്റ്റ് കളർ വരാഞ്ഞിട്ടാണോ എന്നറിയില്ല. ചിലപ്പോൾ വെയിൽ കുറവാണല്ലോ, അതുകൊണ്ടായിരിക്കും ആ ഒരു കളറ്. അങ്ങനെ ചെടികളൊക്കെ അങ്ങനെ നോക്കി കുറച്ച് നേരം നിന്നു. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.